നമ്മളൊരു സ്ഥലത്ത് വേസ്റ്റ് ഇങ്ങനെ കൂട്ടി വെക്കുന്നു, അത് അവിടെ ഇരുന്ന് നാശാവുന്നു, അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല്, ഈച്ച എല്ലാവരും കൊണ്ടിടുന്ന ഒരു മൂലയിൽ കൊണ്ട് നമ്മളും ഇടുക. അതിന് നമ്മൾ നിൽക്കണ്ടല്ലോ. ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ തന്നെ ചെയ്തോളാം, അതാ ബെസ്റ്റ്. വെരി ഹാപ്പി മാത്രമല്ല, നമ്മുടെ ചെടികൾക്കുള്ള വളം കൂടിയാണ്. ഇതിൻ്റെ പൊടി എടുത്തിട്ടാണ് നമ്മൾ എന്താ പറയുക, വെണ്ണീർ പോലെ ആക്കിയിട്ട് ഡസ്റ്റ് ആക്കി ഇട്ട് കൊടുക്കുന്നത്. നമുക്കിനി മുതൽ എന്തും കത്തിക്കാം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ വരുന്ന എന്ത് മാലിന്യങ്ങളായാലും നമുക്ക് കത്തിച്ചൊഴിവാക്കി കളയാൻ വേണ്ടിയിട്ട് പറ്റും. ഇന്ന് ആ പ്രൊഡക്റ്റ് ഏറ്റവും ക്വാളിറ്റിയോട് കൂടിയിട്ട് ഏറ്റവും ചെറിയ വിലയിൽ കൊടുക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇപ്പോൾ ദൂരമൊക്കെ ആണെങ്കിൽ നമ്മൾ ഇവിടുന്ന് വരുന്ന ആവശ്യകത തന്നെ ഇല്ല. നമുക്ക് ഇഷ്ടമായി ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്ക് പേയ്മെൻറ്റ് ചെയ്താൽ മതി. നമസ്കാരം, അരുൺ മഹേന്ദ്രനാണ്. കൃഷിമിത്ര ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ തംബ്നെയിലിൽ പറഞ്ഞത് വെറുതെ അല്ല, നമുക്കിനി മുതൽ എന്തും കത്തിക്കാം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ വരുന്ന എന്ത് മാലിന്യങ്ങളായാലും നമുക്ക് കത്തിച്ചൊഴിവാക്കി കളയാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് വേസ്റ്റിൻ്റെ മാനേജ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ അതിനൊരു സൊല്യൂഷനുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇന്നെൻ്റെ കൂടെയുള്ളത് മാർസ് ട്രേഡേഴ്സിലെ മനുവാണ്. അപ്പോൾ അത് എങ്ങനെയാണ്, നമ്മൾ ഈ ക്യാപ്ഷനിൽ പറഞ്ഞത് വെറുതെ ആണോ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അത് ചെയ്യാം എന്ന് മനു തന്നെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. അപ്പോൾ മനു, നമസ്കാരം. നമസ്കാരം, എൻ്റെ പേര് മനു. മാർസ് ട്രേഡേഴ്സ് എന്നാണ് എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര്. നമ്മളിവിടെ മെയിനായിട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുക ഇൻസിനേറ്ററുകളാണ്. പല മോഡലുകളുള്ള ഇൻസിനേറ്റർ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ 1 കിലോ മുതൽ 3000 കിലോ വരെ കത്തിക്കാവുന്ന പല വിധത്തിലുള്ള ഇൻസിനേറ്ററുകൾ ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നുണ്ട്. അത് ആവശ്യാനുസരണം എന്താണോ നിങ്ങളുടെ ആവശ്യം അതിനനുസരിച്ച് എനിക്ക് ഉണ്ടാക്കി തരാൻ പറ്റും. മനു, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചോദിക്കുകയാണ്, എന്താണ് ഇൻസിനേറ്റർ? ഇൻസിനേറ്റർ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ജൈവ മാലിന്യങ്ങളുണ്ട്. അതായത് ദഹിച്ചു പോവാത്ത ജൈവ മാലിന്യങ്ങൾ പറയുക കടലാസ്, ചപ്പ് ചവറുകൾ, പിന്നെ നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ ഡയപ്പർ, ലേഡീസിൻ്റെ പാഡ്, ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്ന വലിയൊരു വിഷയമാണ്. നമുക്കത് വേറൊരു മാർഗ്ഗമില്ല ഇത് നമുക്ക് നശിപ്പിക്കാനോ കളയാനോ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മോഡലാണ് ഇൻസിനേറ്റർ. ഇത് പല ടൈപ്പിലുണ്ട്. ഇപ്പോൾ ഡയപ്പർ മാത്രമാണ് ഈ കത്തിക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു മോഡലുണ്ട്. ഇനിയല്ല, നമ്മുടെ വീട്ടിലെ സാധാ കുറച്ച് വേസ്റ്റുകൾ വരുന്നുള്ളൂ. ഇപ്പോൾ കരിയിലയോ കടലാസോ അങ്ങനെ വേസ്റ്റുകൾ വരുന്നുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും ചെറിയ മോഡലുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ പറ്റും. ഹായ്, നമസ്കാരം. ഞാൻ ശരത് കൃഷ്ണൻ, എൻ്റെ അമ്മ ഗീതമ്മ. ഞങ്ങളുടെ സ്ഥലം തൃശ്ശൂർ. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ്. സാഹചര്യം, നമ്മളെല്ലാവരും കോർപ്പറേഷനിൽ നിന്ന് വേസ്റ്റ് എടുക്കാൻ വരും എന്ന് വിചാരിച്ച് കാത്തിരുന്ന് വരാണ്ട് കൊറോണ കാലമായപ്പോ വളരെ ബുദ്ധിമുട്ടായി തുടങ്ങി. നമ്മളൊരു സ്ഥലത്ത് വേസ്റ്റ് ഇങ്ങനെ കൂട്ടി വെക്കുന്നു, അത് അവിടെ ഇരുന്ന് നാശാവുന്നു, അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല്, ഈച്ച, അതിൽ നിന്ന് എന്തെങ്കിലും അസുഖങ്ങൾ പടരുമോ എന്നുള്ളൊക്കെ ഒരു കാരണം. അങ്ങനെ ഞാൻ ഇതിൻ്റെ ഇടയിൽ മനുവിൻ്റെ അടുത്ത് പറഞ്ഞുകൂടാ, ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആണ് പുള്ളി ഈ ഒരു ഐഡിയ തന്നത്. അങ്ങനെയാണ് ഇത് വെക്കാനുണ്ടായ സാഹചര്യം. കാരണം നമ്മളുടെ വേസ്റ്റ് നമ്മളുടെ വീട്ടിൽ തന്നെ ക്രിമേഷൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ അതിനെ സംസ്കരിക്കുക. വേറെ വഴിയില്ല അതിന്. അല്ലെങ്കിൽ വല്ലവരും എടുത്തുകൊണ്ട് പോകും, അവർ കൊണ്ടുപോകണില്ല, അല്ലെങ്കിൽ റോട്ടിലേക്ക് വലിച്ചെറിയുക, അല്ലെങ്കിൽ എല്ലാവരും കൊണ്ടിടുന്ന ഒരു മൂലയിൽ കൊണ്ട് നമ്മളും ഇടുക. അതിന് നമ്മൾ നിൽക്കണ്ടല്ലോ. ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ തന്നെ ചെയ്തോളാം, അതാ ബെസ്റ്റ്. പണ്ടൊക്കെ കുഴിച്ചുമൂടായിരുന്നു പതിവ്. അപ്പോൾ പറമ്പിൽ തന്നെ അത് ദ്രവിക്കുന്നത് പൊട്ടയാണെന്ന് പറഞ്ഞു. നമുക്ക് പക്ഷേ ഒരു സാഹചര്യവും ഇല്ല അങ്ങനെ കുഴിച്ചു മൂടി കത്തിച്ച് കളയാൻ. തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ വീടുകളും ബിൽഡിങ്ങുകളും ഉള്ള അത് കാരണം അതൊക്കെ ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ ദിവസം ചെല്ലുന്നവരും ഇതിനെ കുറിച്ചിട്ടുള്ള അറിവ് കൂടുമ്പോൾ അത് ശ്വസിക്കുന്നത് പൊട്ടയാണെന്ന് പറയണു. അപ്പോൾ ഇതാവുമ്പോൾ പൈപ്പിന് ഉയരത്തിൽ പോവല്ലോ, അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ ഇപ്പോൾ തൊട്ടപ്പുറത്ത് രമാൻഡി ആയിരുന്നു, രമാൻഡി പൊളിച്ചു പോയി ബിൽഡിംഗ് പണി നടക്കുക. അപ്പോൾ അന്ന് വീടുള്ള സമയത്ത് ഇത് ഓക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ ഈ ഹൈറ്റ് ഓക്കെ ആയിരുന്നു. ഇനി ഇപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ആയിരിക്കും ഇതിൻ്റെ പുക പോവുക. അപ്പോൾ നമ്മൾ നമ്മുടെ നെയ്ബേഴ്സിനെ ശല്യപ്പെടുത്താതെ എന്താ പറയുക, ആ പൈപ്പിൻ്റെ ഹൈറ്റ് നല്ലോണം മുകളിലേക്ക് കൂട്ടിയാൽ ആ ബിൽഡിങ്ങിൻ്റെയും മുകളിലേക്കേ പോവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ടെറസിൽ വെക്കാം, ടെറസിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെയും മുകളിലേക്കേ പോവുള്ളൂ. അപ്പോൾ നമ്മുടെ അയൽവക്കക്കാർക്കൊന്നും യാതൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ ഇതിനെ ഹാൻഡിൽ ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ പൈപ്പിൻ്റെ ഹൈറ്റ് കൂട്ടണമെന്ന് പറഞ്ഞത്. ഒരു പ്രശ്നമില്ല, ആർക്കും ഒരു കംപ്ലൈൻ്റ് ഇല്ല. മറ്റിപ്പോൾ നമ്മളൊരു പിറ്റിൻ്റെ ഉള്ളിൽ കൂട്ടിയിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ പുക വരും, അതിൻ്റെ ഭയങ്കര മണം വരും, കരിയുടെ സ്മെല്ലൊക്കെ വരും. നമ്മൾ മാക്സിമം അപ്പുറത്തുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ഈസി ആയിട്ട് ചെയ്തു പോകാൻ പറ്റിയൊരു സിസ്റ്റമാണിത്. ഇത് ഇപ്പം ഞാനിവിടെ വെച്ചിട്ടുള്ള 5 kg to 25 kg ഡെയിലി കത്തിക്കാൻ പറ്റാവുന്നതാണ്. അത് ആക്ച്വലി ഇതിൻ്റെ എക്സ്പേർട്സ് മനു അല്ലെങ്കിൽ കാണുന്ന മാർസ് ട്രേഡേഴ്സ് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ എത്ര ആൾക്കാരുണ്ട്, അവർക്ക് എത്ര വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളൊരു
ഒരു കോൺസെപ്റ്റ്, ഒരു തിയറി അവരിലുണ്ട്. 4 ആളാണെങ്കിൽ ഇത്ര, 5 ആൾ 6 ആളാണെങ്കിൽ ഇത്ര വരെ, 10 പേരുടെ മുകളിലുണ്ടെങ്കിൽ. അപ്പം വ്യത്യസ്തമായ പ്ലാൻസ് ഉണ്ട്. എൻ്റെ വീട്ടിലെ ആവശ്യം ഈ പ്ലാന്റിൻ്റെ ഉള്ളൂ. എനിക്കിത് ധാരാളമാണ് ശരിക്കും. കാരണം 30 കിലോ വരെ ഡെയിലി കത്തിക്കാൻ വേണ്ടി ഉള്ളിൽ. നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി വലിപ്പം കൂടും, കുറച്ചും കൂടി സൈസ് കൂടും. പിന്നെ ബഡാ സാധനമുണ്ട്, ഹ്യൂജ് സാധനമുണ്ട്, വലിയ പ്ലാന്റുകളൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ. അപ്പോൾ എൻ്റെ അവിടെ അവൻ വന്ന് എക്സ്പെർട്ടൈസ് ചെയ്ത് നോക്കി എത്ര വേസ്റ്റ് ഉണ്ടാവും, എത്ര മതി എന്നുള്ളത് പറഞ്ഞിട്ടാണ് ഞാനിത് വെച്ചത്. കറക്റ്റ്, പക്ക. ആള് പറഞ്ഞ പോലെ വെച്ചു. അതിൻ്റെ മുകളിലേക്ക് വേണ്ടി വന്നിട്ടുമില്ല എനിക്ക്. സിമ്പിളാണ്. എനിക്ക് ആദ്യം ഇത് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നി. പിന്നെ ഞാനും ഇവരായിട്ട് സെറ്റായി. ഞാനായിട്ട് കാണിച്ചു തരട്ടെ. ബുദ്ധിമുട്ടില്ല എനിക്ക്. അത് ഇപ്പം ഭയങ്കര സന്തോഷമാണ്. എന്താണെന്ന് വെച്ചാൽ പുറമേ ഇടണ്ട, അത് അല്ലെങ്കിൽ പുറമേ കൂട്ടി വെക്കണം, ഇതൊന്നുമില്ല. ഒരു ബക്കറ്റിൽ വെക്കുക, എടുത്തുകൊണ്ടിടുക, കത്തിക്കുക. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അത് ചൂടാവില്ല. പുറത്ത് ചൂട് നമ്മുടെ കൈയെങ്ങാനും പോയി തട്ടിക്കഴിഞ്ഞാൽ പൊള്ളില്ല. വേറെ കുറച്ച് മെഷീൻസ് ഉണ്ട് പുറത്ത് ചൂടാവും. കുട്ടികളങ്ങനെ അറിയാണ്ട് വന്ന് വെച്ച് കഴിഞ്ഞാൽ വെന്തു പോവും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു സേഫ്റ്റി എന്ന് പറയുന്നത് നമുക്ക് ഇത് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ വന്ന് തൊടാം, അല്ലെങ്കിൽ പുറത്ത് വന്ന് പിടിച്ചാലും പ്രശ്നമില്ല, ചൂട് തട്ടത്തില്ല. ഞാൻ ഇവരുടെ തന്നെ ഇവരുടെ തന്നെ മറ്റേ ബയോഗ്യാസ് ഉണ്ട്, ഇവരെ തന്നെ ഇൻസിനേറ്റർ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവരായിട്ട് ക്ലോസ്ലി അറിയാവുന്ന കാരണം, ഇനി അതല്ലെങ്കിൽ തന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരുപാട് പേരുടെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓൺ കോള് കിട്ടും. അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഗുണം. ഇപ്പോൾ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഇപ്പം ഇതിന് ബേസിക്കലി ഒരു സർവീസിൻ്റെ ആവശ്യമില്ല. ബയോഗ്യാസിനാണ് പിന്നെയും ഒരു സർവീസ് വേണ്ടത്. ഞാനൊന്ന് ജസ്റ്റ് ഒരു 2 ആഴ്ച മുമ്പ് ഒന്ന് പോളിഷ് ചെയ്ത് നീറ്റാക്കി വെച്ചു. നമ്മളിങ്ങനെ കാണുന്ന ഏരിയയിൽ വരണ്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് നീറ്റാക്കി വെച്ചു. അല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു സർവീസോ അല്ലെങ്കിൽ ഇതിലൊരു അങ്ങനത്തെ എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ല. ഇത് വളരെ ഈസിയാണ്, വളരെ ട്രാൻസ്പെറൻ്റ് അതിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെ. വേറെ വലിയ സർക്കസ് ഒന്നും ഇല്ല. മുകളിൽ സാധനം ഇടണു, അടിയിൽ അതിൻ്റെ വേസ്റ്റ് വരുന്നു, വേസ്റ്റ് എടുത്ത് ചെടികൾക്ക് ഇട്ട് കൊടുക്കണം, പരിപാടി കഴിഞ്ഞു. ഒരൊറ്റ തവണ സർവീസ് ഇല്ല. ആക്ച്വലി ഞാനിതൊരു കാണുന്ന ഭാഗത്തിരിക്കണ കാരണം ജസ്റ്റ് കുറച്ച് കരിയും ചളിയൊക്കെ ആയപ്പോൾ ഒന്ന് പെയിൻ്റ് അടിച്ചു. വേറെ സർവീസായിട്ടൊന്നുമില്ല അതിന്. 1 ടൈം ജസ്റ്റ് കൊണ്ടുവന്ന് വെക്കുക, കത്തിക്കുക. വെരി ഹാപ്പി മാത്രമല്ല, നമ്മുടെ ചെടികൾക്കുള്ള വളം കൂടിയാണ്. ഇതിൻ്റെ പൊടി എടുത്തിട്ടാണ് നമ്മൾ മറ്റെന്താ പറയുക, വെണ്ണീർ പോലെ ആക്കിയിട്ട് ഡസ്റ്റാക്കി ഇട്ട് കൊടുക്കുന്നത്. ഇതിന് വളം ഇതാ, ഞങ്ങൾക്ക് 2 തെങ്ങുണ്ട്, അതിനിടും, ചെടികൾക്കിടും. അത് ബുദ്ധിമുട്ടില്ല. ഇത് ഇവിടെ ഇത് തുറക്കുക, ഇങ്ങനെ പാത്രം വെക്കുക, ഇതിലേക്ക് ഇങ്ങോട്ട് വീഴും, അത്രേ ഉള്ളൂ. സിമ്പിൾ, വളരെ ഈസിയാ. വലിയ ഒന്നുമില്ല. നമ്മളിപ്പോൾ ഇത്ര കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഇതിന്ന് എടുത്തിട്ട് ചെടികളിൽ ഇങ്ങനെ ജസ്റ്റ് ഇട്ട് കൊടുത്താൽ അതും. അതേപോലെ തന്നെ ഈ ബയോഗ്യാസിൻ്റെ സ്ലറി ഉണ്ട്. ആ സ്ലറിയും കൂടി മിക്സ് ചെയ്ത് ഇട്ടുകയാണെങ്കിൽ സൂപ്പർ. മറ്റേ വാഴയൊക്കെ ഒരാഴ്ച കൊണ്ട് കുലയ്ക്കും. അമ്മ, ഇതിൽ എന്തെങ്കിലും കത്തിക്കാൻ പാടില്ല അങ്ങനെയുണ്ടോ? എല്ലാം പെടും ഇതിൽ. ഇതാ നമ്മളിപ്പോൾ എല്ലാ വേസ്റ്റും ഇടുന്നില്ലേ? എല്ലാ വേസ്റ്റും ഇടും. ഇത് ഇന്നത്തെ വേസ്റ്റ് കേട്ടോ. ഞാൻ കാണിച്ചു തരട്ടെ. എവിടെ പോയിട്ട് ചങ്ങാതി ഡയപ്പർ വരെ കത്തും. കുഞ്ഞുങ്ങളുള്ള വീട്ടിലല്ലേ? ഇതുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഡിസ്പോസ് ചെയ്യാം. ഇതല്ലെങ്കിൽ നമ്മൾ വെറുതെ കോർപ്പറേഷനും അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് ബുദ്ധിമുട്ടല്ലേ. അവരും ഇത് എവിടെ കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യും? ഈ ബ്രഹ്മപുരമൊക്കെ വെറുതെ അല്ലല്ലോ ഉണ്ടാവണത്. കത്തിക്കട്ടെ. അതിൽ മാസ്ക്, ടിഷ്യൂ, ഡൈപ്പർ, പാഡ് എന്ത് വേണമെങ്കിൽ ഇട്ട് കത്തിക്കാം. ഇത്രയേ ഉള്ളൂ അല്ലേ കാര്യം? കഴിഞ്ഞു. സിമ്പിൾ. ക്ലോസ് ചെയ്താൽ മതി. അതെ. മനു, കുറച്ച് പേര് പറഞ്ഞറിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വരുന്നത്. മനു ഇപ്പോൾ ചെയ്ത് കൊടുത്ത കുറച്ച് കസ്റ്റമർ ഹാപ്പിയാണ്. അവരുടെ അവിടെ നമ്മൾ ഷൂട്ടിന് പോയപ്പോഴേക്കും കണ്ട് പരിചയപ്പെട്ടതാണ്. അപ്പോൾ അവർ പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അധികം പരസ്യമൊന്നും ചെയ്യാത്തത്? ശരിക്കും അവർ പറഞ്ഞ ഫീഡ്ബാക്ക് വെച്ച് നോക്കുമ്പോഴേക്കും ഏറ്റവും വിലക്കുറവിൽ കേരളത്തിൽ ചെയ്യുന്ന മനുവാണ്. അപ്പോൾ എന്തുകൊണ്ട് അധികം പരസ്യമൊന്നും കൊടുക്കാത്ത, ഇങ്ങനെ പോകുന്നത്? ഇതിപ്പോൾ കൂടുതലും ഞങ്ങളുടെ ഒരു പ്ലാന്റ് മേടിച്ച് വെച്ചവരെന്തായാലും അത് അവരുടെ കസിൻസിനോ അവരുടെ സുഹൃത്തുക്കൾക്കോ പറഞ്ഞു കൊടുക്കും സ്വാഭാവികമായിട്ടും. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പരസ്യം. ഇപ്പോൾ ഞങ്ങൾ പ്ലാന്റ് ഉപയോഗിച്ചവരാരും ഇതിനെപ്പറ്റി മോശം പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു മോശം അഭിപ്രായം കിട്ടിയിട്ടില്ല. അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പരസ്യങ്ങൾ താരതമ്യേന കുറവാണ്.
ഇപ്പോഴാണ് കുറേ പേരെ പക്ഷേ അന്വേഷിച്ച് വരുന്നുണ്ട്. നാളെ 2-3 പേര് ഇതുപോലെ ചോദിച്ചു വന്നു വീഡിയോ ചെയ്യട്ടെ എന്നൊക്കെ. പക്ഷേ എന്നാലും ഇപ്പോഴത്തെ രീതിയിൽ നമുക്ക് ആൾക്കാർ അറിഞ്ഞു വരുന്നുണ്ട്. എന്നാലും ഇതൊരു വൈഡായിട്ട് എത്തിയിട്ടില്ല. ഇതിൻ്റെ ആവശ്യകത ആൾക്കാർക്ക് എത്തിയില്ല. ഇപ്പോഴും പലരും റോഡിലേക്ക് കളഞ്ഞും പലർക്കും അറിയില്ല ഇത് എന്താ ചെയ്യാന്നുള്ളൊരു ആശങ്ക പലർക്കും ഉണ്ട്. വെറുതെ വീട്ടിലെടുത്ത് വെച്ച് കോർപ്പറേഷൻകാർ വരും അല്ലെങ്കിൽ പഞ്ചായത്തുകാർ വരും, അങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ് എല്ലാവരും. പക്ഷേ ഇപ്പം എന്നാൽ ഒരുവിധം ആൾക്കാർക്ക് നമ്മൾ എത്തി വരുന്നുണ്ട് ഈ പ്രൊഡക്റ്റിനെ പറ്റിയും ഇതിൻ്റെ ആവശ്യകതയെ പറ്റിയും. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് എത്രയാണ്? 20,000 മുതലാണോ? 20,000 മുതൽ നമ്മുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതെന്താ വെച്ചാൽ നമുക്ക് ഇതിലും റേറ്റ് കുറവിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 10,000, 15,000 ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒരു ഏറ്റവും ലോ ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്യുന്നില്ല. റേറ്റ് കുറച്ചിട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഏറ്റവും ക്വാളിറ്റിയോട് കൂടിയിട്ട് ഏറ്റവും ചെറിയ വിലയിൽ കൊടുക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യണത് SS-ൻ്റെ പൈപ്പാണ്, സ്റ്റീലാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് മാറ്റിയിട്ട് GA-യുടെ പൈപ്പൊക്കെ ഇട്ട് ചെയ്യാം. പക്ഷേ പിന്നെയും വില കുറച്ച് കൊടുക്കാൻ പറ്റും. കാരണം ഈ പൈപ്പിന് പകരം GA-യുടെ പൈപ്പ് ഇട്ട് കൊടുത്താൽ റേറ്റ് നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷേ അതിലെനിക്കൊരു ശരിയുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മളുള്ള പ്രൊഡക്റ്റ് ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ചെയ്ത് കൊടുക്കും. നമ്മുടെ പ്രൊഡക്റ്റ് എന്താ വെച്ചാൽ മറ്റു പ്രത്യേകതകളുണ്ട്. നമ്മുടെ പ്ലാന്റിന് ചൂടൊന്നും പുറത്തേക്ക് വരില്ല. കാരണം ഉള്ളിൽ നമ്മൾ കാസ്റ്റ് ചെയ്യേണ്ട കോട്ടിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സാധാ സിമെൻറ്റ് ലൈനിങ്ങോ കാര്യങ്ങളൊന്നുമല്ല, ഉള്ളിൽ കറക്റ്റ് കാസ്റ്റ് ചെയ്യേണ്ടി വരും. ഒരു 600-800 ടെമ്പറേച്ചറൊക്കെ ഏറ്റവും ചെറിയ പ്ലാന്റിന് വരെ റെസിസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ പ്ലാന്റുകൾക്കൊക്കെ സ്റ്റാർട്ടിങ് നമുക്കൊരു 16, 20, 30 അങ്ങനെ പല ടൈപ്പിനുണ്ട്. വീട്ടിലേക്ക് കൂടുതൽ പോകുന്ന മോഡലടക്കം നമ്മുടെ അവൈലബിൾ ആണ്. ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് അറിയില്ലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ചൂടിൻ്റെത് ഒരുപാട് മെഷീൻസിന് ഈ ചൂട് പുറത്ത് വരുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. നമ്മളപ്പോൾ അതെല്ലാം സോൾവ് ചെയ്തിട്ടാണ് ഈ മെഷീൻ ഇറക്കിയിട്ടുള്ളത്. കാരണം ഇത് ചൂട് പുറത്തേക്ക് വരില്ല. കാരണം ഇതൊക്കെ ഏറ്റവും ചെറിയ മോഡലുകളാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വയ്ക്കുന്ന മോഡലുകളാണ്. ഇപ്പോൾ വലിയ പ്ലാന്റുകളാകുമ്പോൾ ഒരു ഹോസ്റ്റൽ അല്ലെങ്കിൽ ഒരു ഫാക്ടറി, വലിയ കമ്പനികളൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ കാസ്റ്റ് ആൻഡ് ലൈനിങ് വരെ കൊടുത്താൽ പോരാ. അതിന് നമ്മൾ യൂസ് ചെയ്യണത് 1S8 ഗ്രേഡിൻ്റെ ഒരു 4-5 തിക്നെസ് ഉള്ള ഫയർ ബ്രിക്ക് ഒക്കെയാണ്. അതാകുമ്പോൾ നമുക്ക് തീരെ ചൂട് പുറത്തേക്ക് വരില്ല. അത്രയും ടെമ്പറേച്ചർ ആ പ്ലാന്റിൻ്റെ ഉള്ളിൽ നിൽക്കും ചെയ്യും. ഞാനിപ്പോൾ മനുവിൻ്റെ കസ്റ്റമർ എന്ന് അറിഞ്ഞു വന്നാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ കണ്ടത് കുറച്ചുകൂടെ വലിപ്പമുള്ളൊരു മോഡലാണ് കണ്ടത്. അപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും മോഡലുണ്ടോ? ഇപ്പോൾ 20,000 രൂപയുടെ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള മോഡൽ ഏതാണ്? മൂവിംഗ് ഉള്ള മോഡൽ എന്ന് പറയുന്ന വീടുകളിലേക്ക് നമ്മുടെ ഒരു 5 കിലോൻ്റെ ഒരു മെഷീനാണ്. അറ്റ് എ ടൈമിൽ 5 കിലോ തൊട്ട് ഡെയിലി 20 കിലോ വരെ കത്തിക്കാൻ പറ്റും. ഇപ്പോൾ സാധാരണഗതിയിൽ വീട്ടിൽ ഒരു 5 കിലോ വേസ്റ്റൊക്കെ വരുള്ളൂ. പക്ഷെ നമ്മൾ ആ പ്ലാന്റിൽ 20 കിലോ വരെ കത്തിക്കുക എന്നുള്ളൊരു സ്പെക്ക് നമ്മളതിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വീട്ടിലെ ആവശ്യത്തിന് അത് ധാരാളമാണ്. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള മോഡൽ അല്ലേ? അതെ. മനു, ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വേണമെന്ന് തോന്നി. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇനിയുള്ള പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്? നമുക്ക് ഈ വീഡിയോയിൽ നമ്മുടെ നമ്പർ ഉണ്ടെങ്കിൽ അതിലേക്ക് വിളിക്കാം. നമുക്കത് നമ്മളോട് ചോദിക്കാം. അപ്പോൾ ഞങ്ങൾ അന്വേഷിക്കും എന്തിനാണ് ഈ പ്ലാന്റ്, എന്താണ് ആവശ്യം എന്നുള്ളത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ ആവശ്യത്തിനുള്ള പ്ലാന്റ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യും. ഇനി അതല്ല, ഇപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടമല്ല ഞങ്ങൾക്കത് വേണ്ട, ഞങ്ങൾക്ക് ഈ പ്ലാന്റ് തന്നെ വേണമെന്ന് പറയാച്ചാൽ നമ്മളത് ചെയ്യും. എന്തായാലും ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ളൊരു അഭിപ്രായവും പിന്നെ ആവശ്യമെങ്കിൽ ഞങ്ങൾ ആ സൈറ്റിലെത്തി സൈറ്റിൻ്റെ വിശദാംശങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള പ്ലാന്റ് നമ്മൾ സജസ്റ്റ് ചെയ്യും. ഡെലിവറി സൗകര്യം ഉണ്ടോ? പിന്നെന്താ, നമ്മൾ ഹോം ഡെലിവറി ഉണ്ട്. വീട്ടിലെത്തി ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ കേരളത്തിൽ തന്നെ എല്ലാ ജില്ലകളിലും ചെയ്യുന്നുണ്ട്. 14 ജില്ലകളിലും നമ്മൾ എത്തിക്കും. പിന്നെ നമ്മളെന്താ വെച്ചാൽ മറ്റുള്ള ആൾക്കാരെ പോലെ GST എക്സ്ട്രാ നമ്മൾ കസ്റ്റമറിൽ നിന്ന് മേടിക്കുന്നില്ല. നമ്മൾ ഈ എമൗണ്ടിൽ തന്നെ GST ഉൾപ്പെടുത്തിയിട്ട് കസ്റ്റമറിൽ നിന്ന് GST എമൗണ്ട് വാങ്ങാണ്ട് ഞങ്ങൾ തന്നെ പേ ചെയ്യുന്ന സിസ്റ്റത്തിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. എക്സ്ട്രാ GST ഒന്നും വരുന്നില്ല? ഇല്ല, വരുന്നില്ല. മനു, ഇപ്പോൾ നമ്മുടെ കമ്പനി തൃശ്ശൂരാണെങ്കിലും ഇപ്പം നമുക്ക് ഓൾ കേരള ചെയ്യാൻ പറ്റത്തില്ല? ഇത് ചെയ്യാൻ പറ്റും. ഞങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കേരളത്തിൽ തന്നെ 14 ജില്ലകളിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്ലാന്റിനെ അപേക്ഷിച്ച് ഒരു ട്രാൻസ്പോർട്ടേഷൻ ചാർജാണ് ഇതിൽ എക്സ്ട്രാ ആകെ വരുന്നുള്ളൂ. വേറെ നമ്മളെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്താണ് ചെയ്യണത്, ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ. നമുക്കിപ്പോൾ തിരുവനന്തപുരം, കാസർഗോഡോ അങ്ങനെയുള്ള, നമ്മൾ ആക്ച്വലി ബേസ് ചെയ്തേക്കുന്നത് തൃശ്ശൂരാണ്. അപ്പോൾ ദൂര സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഇവിടുന്ന് കൊറിയർ ചെയ്ത് വിടും. അത് നമുക്ക് വേറെ എല്ലാ പണിയും തീർത്തിട്ടാണ് നമ്മൾ വിടുക. അവിടെ എത്തി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യങ്ങൾ വരെ ഞങ്ങൾ പറഞ്ഞുതരും. നമുക്ക് ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇപ്പോൾ ദൂരമൊക്കെ ആണെങ്കിൽ നമ്മൾ ഇവിടുന്ന് വരുന്ന ആവശ്യകത തന്നെ ഇല്ല. നമുക്ക് ഇഷ്ടമായി ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്ക് പേയ്മെൻറ്റ് ചെയ്താൽ മതി. അതാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത. അതെ. അത് അധികം ആരും അങ്ങനെ പറയാനുള്ള ധൈര്യം കാണിക്കാറില്ല. ഇല്ല, നമ്മുടെ പ്ലാന്റ് നമുക്ക് അതാണ് നമ്മുടെ പ്ലാനിൽ നമുക്കുള്ള വിശ്വാസം. അവർക്ക് എത്തിയിട്ട് ഓക്കെയാണ്, ഇഷ്ടമായെങ്കിൽ മാത്രം നമുക്ക് പേയ്മെൻറ്റ് ചെയ്താൽ മതി. അവിടെ എത്തി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം മതി അല്ലേ? മനു, പിന്നെ ഇത് ഒരു വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് വീട്ടമ്മമാരായിരിക്കും. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട രീതി അത് സിമ്പിൾ തന്നെയാണോ? എളുപ്പമാണ്, വളരെ എളുപ്പത്തിലാണ് നമ്മൾ ചെയ്തേക്കണേ. വേറെ അപകടവും കാര്യങ്ങളും കാണിച്ചു തരാമോ ഡെമോ ഒന്ന്? ഇത് ഉപയോഗിക്കേണ്ട വിധം വളരെ എളുപ്പം തന്നെയാണ്. നമുക്ക് ഈ ഡോറ് തുറന്ന് ഇതിലേക്ക് വേസ്റ്റ് നമുക്ക് ഡംപ് ചെയ്ത് ജസ്റ്റ് ഒരു തീപ്പെട്ടി കുറച്ച് കത്തിച്ചാൽ മതി. കത്തിയതിന് ശേഷം തീ പിടിച്ചതിന് ശേഷം നമുക്ക് ഈ ഡോർ രണ്ടും അടച്ചു വയ്ക്കാം. പിന്നെ അതിൻ്റെ ഉപയോഗിക്കേണ്ട രീതി ക്രമങ്ങളൊക്കെ നമ്മുടെ പ്ലാന്റുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കും. വേറെ അപകടങ്ങളോ കാര്യമൊന്നുമില്ല. ഏകദേശം ഈ പ്ലാന്റ് എന്ന് പറയുന്നതിൽ
ഒരു 6 കിലോ മുതൽ 30 കിലോ വരെ ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണിത്. ഇത് ഏകദേശം ഒരു 100 കിലോ കത്തിക്കുന്ന പ്ലാന്റാണ്. നമുക്ക് ഡെയിലി ഒരു 100 കിലോ കത്തിക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. ഇതിലിപ്പോൾ നമുക്ക് ഡോർ തുറന്ന് വേസ്റ്റ് ലോഡ് ചെയ്യാൻ പറ്റും. അറ്റ് എ ടൈമിൽ ഒരു 10 കിലോ ടു 20 കിലോ വരെ ലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡെയിലി 100 കിലോ 150 കിലോ ഒക്കെ നമുക്ക് കത്തിക്കാം. ഇത് മെയിനായിട്ട് കത്തുന്നത് ഓക്സി ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞൊരു സാങ്കേതിക വിദ്യയിലാണ്. അത് പുറത്തുനിന്നുള്ള ഓക്സിജനെ നമ്മുടെ പ്ലാന്റ് ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 4 ഹോൾ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ അടിയിൽ നിന്ന്. ഈ ഹോളിനുള്ളിൽ കൂടെ ഓക്സിജൻ ഉള്ളിലേക്ക് വലിച്ചെടുക്കും. അപ്പോൾ നമ്മളിവിടെ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഓക്സിജൻ കൂടി ആകുമ്പോൾ അതിന് ഫ്ലെയിം കൂടും. നല്ല രീതിയിൽ കത്തി നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. മനു, ഇത് കപ്പാസിറ്റി കൂടിയ മെഷീനാണല്ലേ? അതെ. ഇത് കൂടുതലായിട്ട് പോകുന്നത് എങ്ങോട്ടാണ് പോകുന്നത്? നമുക്ക് ഫാക്ടറികൾക്ക്, അതുപോലെ തന്നെ ഹോസ്പിറ്റല്, വലിയ ഗോഡൗണുകൾ, അല്ലെങ്കിൽ വലിയ സ്കൂളുകൾ, ഇപ്പോൾ ഒരു 1000 കുട്ടികൾ 2000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ, അങ്ങനെ പല ആവശ്യങ്ങൾക്ക് ഫ്ലാറ്റുകൾക്ക് ഉൾപ്പെടെ പോകുന്നൊരു മോഡലാണ്. ഇതിലൊരു 400 കിലോ വരെ ഡെയിലി വേസ്റ്റ് കത്തിക്കാൻ പറ്റും. 400 കിലോ വരെ കത്തിക്കാൻ പറ്റും. നമ്മൾ യൂസ് ചെയ്യണത് 1S ഗ്രേഡിൻ്റെ ബ്രിക്കാണ്. ടെമ്പറേച്ചർ ഒരു 2000 ഡിഗ്രി ടെമ്പറേച്ചറൊക്കെ അതിൽ കൂടുതൽ നമുക്കിതിൽ നിൽക്കും. വലിയ ആവശ്യങ്ങളൊക്കെ നമുക്ക് പല ടൈപ്പിൽ പല രീതിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് 40 കിലോ, അതുപോലെ തന്നെ ഈ ഒരു മോഡൽ നമുക്കൊരു 300 കിലോ കത്തിക്കുന്ന മോഡലാണ്. ഇതിപ്പോൾ പണി ഏകദേശം ഫിനിഷിംഗ് സ്റ്റേജിലാണ്. നമുക്ക് ഒരു ഓർഡർ ആയിട്ട് നിൽക്കുന്നൊരു മോഡലാണ്. പിന്നെ ഇതിൽ തന്നെ ഈ 40 കിലോൻ്റെ ഈ മോഡൽ തന്നെ നമുക്കിപ്പോൾ ഒരു ഓർഡർ വന്നിട്ടുണ്ട് വാട്ടർ സ്ക്രബ്ബറായിട്ട്. അതായത് കറുത്ത പുക ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാട്ടർ സ്ക്രബ്ബർ ആഡ് ചെയ്യാൻ പറ്റും. അതായത് വെള്ളം പമ്പ് ചെയ്തിട്ട് അതിൻ്റെ അളവ് കുറച്ച് ഓക്സിജൻ മാത്രമേ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വാട്ടർ സ്ക്രബ്ബർ മോഡൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് വില കൂടുതലാണ്. കുറച്ച് അതിനുള്ള ഒരു ചിലവും കാര്യങ്ങളും വരുന്നതുകൊണ്ടാണ് വാട്ടർ സ്ക്രബ്ബറുള്ള മോഡലിനെ മറ്റുള്ള പ്ലാന്റുകളെ അപേക്ഷിച്ചിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻസിനേറ്റർ അല്ലേ? ഇതിന്റെ മെക്കാനിസം ഒന്ന് പറഞ്ഞു തന്നെ. ഇതിപ്പോൾ നമ്മളൊരു പ്രത്യേക രീതിയിൽ ചെയ്തൊരു മോഡലാണ്. അതായത് ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. അത് നമ്മുടെ വീട്ടിൽ കിടപ്പിലെ പേഷ്യൻസ് ഉണ്ടാവും. അപ്പോൾ അവരുടെ ഡൈപ്പർ എന്ന് വെച്ചാൽ വലിയൊരു തലവേദനയാണ്. അത് കത്തിച്ച് കളയാൻ എളുപ്പമല്ല. അപ്പോൾ അതിന് വേണ്ടി ചെയ്യുന്നൊരു മോഡലാണത്. ഇത് 2 റാക്കായിട്ടാണ് ചെയ്യണത്. അപ്പോൾ അടിയിലൊരു റാക്കുണ്ട്, ഇതിന് മുകളിലും ഒരു റാക്കുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡൈപ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മുകളിലത്തെ റാക്കിൽ ലോഡ് ചെയ്യാം. കാര്യങ്ങളൊക്കെ മുകളിലിടാം. അടിയിലത്തെ റാക്കിൽ നമുക്ക് ഈ വീട്ടിലുള്ള മറ്റ് വേസ്റ്റുകൾ, ഈ കരിയിലയോ ചപ്പ് ചോറോ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ മറ്റ് വേസ്റ്റുകളൊക്കെ നമുക്ക് അടിയിലത്തെ ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടിയിലത്ത് നമ്മൾ കത്തിക്കുമ്പോൾ തന്നെ മുകളിലേക്ക് അത് കയറി പിടിക്കും. മുകളിലത്തെ വേസ്റ്റ് ഡ്രൈ ആവും. വേറെ നമുക്ക് വേസ്റ്റുകളുണ്ടെങ്കിൽ അതും നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മൊത്തം ലോഡ് ചെയ്ത് നമുക്ക് ഒറ്റയടിയിൽ കത്തി തീർക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു പൈപ്പില്ലേ, ഇതിന്റെ ഹൈറ്റ് നമുക്ക് പിന്നെയും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടാൻ പറ്റും. ഇതിപ്പോൾ നോർമലി നമുക്കൊരു 10 അടിയോളം നമ്മുടെ പ്ലാന്റ് ഉയരം വരും. മുകളിൽ ഒരു കനോപ്പി വരും, വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങാണ്ടിരിക്കാൻ. ഇത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടാം. 10 അടിയാക്കാം, 15-20 അടി. ഇതിനനുസരിച്ച് സപ്പോർട്ട് നമ്മൾ വേറെ കൊടുക്കും. ഒരു ലെഗ് സപ്പോർട്ട് കൂടി വേറെ ഉണ്ട്. 2 ലെഗ് ഒരു കോണിയിൽ ഒരു സപ്പോർട്ട് ചെയ്യും. എന്നാലാണ് അതിന് കൂടുതൽ നമ്മൾ ഫ്യൂച്ചർ കൂടി നോക്കണം. നാളെ നല്ലൊരു കാറ്റ് വന്നത് മറയാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അത്രയും ഹൈറ്റ് കൂടുമ്പോൾ ആ കൂട്ടുന്നതിനനുസരിച്ച് അതിനുള്ള സപ്പോർട്ട് നമ്മൾ ആഡ് ചെയ്യണം. അതുകൂടി ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് ചെയ്തു കസ്റ്റമൈസ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കും. ഇപ്പൊ നമ്മളിപ്പോ കണ്ടില്ലേ, ഇതൊരു കസ്റ്റം ചെയ്തൊരു മോഡലാണ്. അപ്പോൾ ഇതുപോലെ ഈ കസ്റ്റമറുടെ ആവശ്യത്തിനനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം അല്ലേ? അപ്പോൾ സാധാരണ നമ്മൾ ഇൻസിനേറ്റർ എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ടൊരു മോഡൽ ഉണ്ടാവും. പക്ഷേ ഇത് അതുപോലെയല്ല. നമ്മുടെ വീട്ടിലെ ആവശ്യം അതെന്താണെന്ന് മനുവിനോട് പറയാം. പറഞ്ഞതിന് ശേഷം മനു അതിനനുസരിച്ച് മെഷീൻ വരെ കസ്റ്റം ചെയ്ത് തരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വിലയിൽ കേരളത്തിൽ എവിടെയും കിട്ടത്തില്ല. കാരണം 20,000 മുതൽ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം. 20,000-ത്തിലൊന്നും മെഷീൻ ഇല്ല. അപ്പോൾ 20,000 മുതൽ നിങ്ങൾക്ക് ഇൻസിനേറ്റർ ഇവിടുന്ന് വാങ്ങാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മനുവിനോട് സംസാരിച്ചതിന് ശേഷം കേരളത്തിൽ എവിടെയായാലും ഡെലിവറി ഉണ്ട്. ശരിയല്ലേ? നമുക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും മനുവിൻ്റെ ഭാഗത്ത് പ്രതീക്ഷിക്കാം. മനു, ഈ ഒരു വീഡിയോയിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കാം. തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ നമ്പർ ഉണ്ടായിരിക്കും. അതിൽ നമ്മൾ വിളിച്ചാൽ എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്ത് കൊടുക്കും. അതെ, തീർച്ചയായിട്ടും.